സമനില തെറ്റിപ്പോവുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക്. തുടരെ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ റെക്കോർഡിട്ട പിണറായി വിജയൻ മൂന്നാം ഊഴവും കേന്ദ്രത്തിലെ മോദിയെ പോലെ ലക്ഷ്യമിടുമ്പോഴാണ് നിലമ്പൂരിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അതും തന്റെ ചെയ്തികളോട് യുദ്ധം ചെയ്തുകൊണ്ട് പിണറായി സത്ത് തൂത്തെറിയാൻ വേണ്ടിയിട്ടൊരുത്തൻ രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ച് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരുകാരനായ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴാണ് ഞങ്ങൾ മത്സരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് മാറി നിന്ന BJP ഒരു മാർത്തോമാക്കാരനെ കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നും ജോസഫിന്റെ കയ്യിൽ നിന്നും ചക്കിട്ട് പിടിച്ച് രായ്ക്ക് രായ്മാനം സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. എന്നാൽ അതുവരെ കളത്തിൽ കാണാതിരുന്ന ബിഡി ജയസ് പെട്ടെന്ന് പോയ വഴിക്ക് വാതിൽ തുറന്ന ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കി BJPക്ക് കിട്ടിയെന്നറിഞ്ഞപ്പോഴേ വണ്ടിയെടുത്ത് നിലമ്പൂരിലെത്തി. മാസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടത്തിയ മലപ്പുറം ജില്ല പ്രത്യേക ജില്ല. ഇവിടെ ഈഴവരും ഒപ്പം തന്നെ ക്രിസ്ത്യാനികളും ശ്വാസം മുട്ടുകയാണ് എന്ന്, ഈ കാര്യം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി നിലമ്പൂരിലേക്ക് വണ്ടി പിടിച്ചത്. എന്നാൽ ഇവിടെ അടി കിട്ടിയത് ലീഗിനോ കോൺഗ്രസിനോ അല്ല. പകരം കുമാരനാശാനേക്കാൾ SNDP നയിക്കാൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനായത് വെള്ളാപ്പള്ളി തന്നെയാണ് എന്ന് കഴിഞ്ഞിടയ്ക്ക് വെള്ളാപ്പള്ളി സ്വീകരണത്തിൽ പോയി പാടിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ പച്ചയായ വർഗീയതയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ഈഴവ വോട്ടുകളിൽ 10 എണ്ണമെങ്കിലും കിട്ടിയാലോ എന്ന് കരുതി വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. എന്നാൽ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വടക്കേ ഇന്ത്യയിൽ കാണുന്ന അതേ രീതിയിൽ വർഗീയത വിളമ്പിക്കൊണ്ടാണ് BJP വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത് എങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന വെള്ളാപ്പള്ളിയെ നിന്ന നിൽപ്പിൽ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റായി മാറണം പിണറായി വിജയൻ. അത് വലിയൊരു വെല്ലുവിളിയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പങ്കെടുത്ത ചടങ്ങിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കുട്ടികളെ സാക്ഷി നിർത്തി പറഞ്ഞത് മതനിരപേക്ഷത പഠിപ്പിക്കണം എന്നാണ്. അപ്പോഴും പക്ഷേ മലപ്പുറം പോലെ ഒരു ജില്ലയിൽ പോയി പച്ചക്ക് വർഗീയത വിളമ്പിയ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പിണറായി വിജയന് സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, വർഗീയവാദികളുടെ ഒരു വോട്ട് പോലും തനിക്ക് വേണ്ട എന്ന് ഇന്നലെ കൂടി പറഞ്ഞ M സ്വരാജിനും BJP ഇപ്പോൾ മലപ്പുറത്ത് പ്രചാരണായുധമാക്കുന്ന വർഗീയതയ്ക്കെതിരെ ഒന്നും പറയാനും മിണ്ടാനുമില്ല. LDFും UDFും തമ്മിലാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചെറുകീടങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കുക എന്ന നയമാണിപ്പോൾ CPM എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ ഇക്കൂട്ടർ ഈ സമയത്ത് പോലും വാ തുറക്കാത്തത്? അതുകൊണ്ട് തന്നെയാണ് മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കം കോൺഗ്രസിന്റെ യുവനിര മുഴുവൻ ഇത് CJP കൂട്ടുകെട്ടാണ് എന്ന് പറയാനും കാരണം. ഇനി കാര്യങ്ങൾ ഇങ്ങനെയാണ് എങ്കിലും മലപ്പുറത്ത് ഞങ്ങൾക്ക് യാതൊരു ആൾബലവുമില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയും കൂട്ടരും തങ്ങളുടെ സ്ഥാനം കൊണ്ട് ശ്രദ്ധ നേടേണ്ട സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനാവാതെ നാണം കെട്ട് നാറിയിരിക്കുകയാണ്. കിട്ടിയ സമയത്ത് ഒരു നേതാവിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി BD ജയസ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കേണ്ടുന്ന സമയത്താണ് ഇങ്ങനെ മാറി നിന്നത്. എന്നിട്ട് എന്നെങ്കിലുമൊക്കെ വന്ന് ഞങ്ങൾക്ക് മലപ്പുറത്ത് ആളും ഉടമയും ഇല്ലേ എന്ന് പറഞ്ഞ് വിലപിക്കും. പച്ചയ്ക്ക് 2 വർഗീയത പറയും. എന്തൊരു ഗതികേടാണ് എന്റെ വെള്ളാപ്പള്ളി ഇത്.